ഞാൻ ഷെൻസി. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ബ്രെഡും മുട്ടയും വെച്ചുള്ള ഒരു എഗ് റോളാണ്. അതിനായിട്ട് മുട്ട 4 മുട്ട എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് പുഴുങ്ങിയത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്നു. 2 സവോള അരിഞ്ഞു വെച്ചിരിക്കുന്നു. ഒരു തക്കാളി, 2-3 പച്ചമുളക്, പിന്നെ 15 എഗ് റോൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് 15 ബ്രെഡ് ഇരിപ്പുണ്ട്. അതിൻ്റെ സൈഡെല്ലാം ചെത്തിയെടുത്ത് വെച്ചേക്കുന്നതാണ്. അതാണ് പൊടിച്ച് ഈ ബൗളിലിരിക്കുന്നത്. അത് നമുക്ക് ലാസ്റ്റ് റോൾ ഉണ്ടാക്കി അതിൻ്റെ മേളിൽ തൂക്കാൻ വേണ്ടിയാണ്. ഇതിനു വേണ്ടി ഇത് മസാല ആക്കണം. അത് തയ്യാറാക്കാൻ വേണ്ടി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മീറ്റ് മസാല, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി. ഉപ്പ് ആവശ്യത്തിന് നമ്മൾ മസാല ചേർക്കുന്ന കൂട്ടത്തിൽ ചേർക്കണം. ഞാനിപ്പോൾ ഇതിനു വേണ്ടിയുള്ള മസാല തയ്യാറാക്കാൻ പോവുകയാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. കുറച്ച് എണ്ണയിൽ നമ്മൾ സവോളയും പച്ചമുളകും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ടാണ് മസാല തയ്യാറാക്കാൻ പോകുന്നത്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കുറച്ച് മതി. സവോള വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. തിരുത്തുള്ളി ഉപ്പ് കൂടി ഇട്ട് വഴറ്റുന്നതിന് ഉപ്പിട്ടേക്കുന്നത് സവോള പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയാണ്. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി ഇതിലേക്ക് മസാല ചേർക്കാം. സവോള വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാല ചേർക്കുവാണ്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മീറ്റ് മസാല, 1/4 ടീസ്പൂൺ ഗരം മസാല, 1 നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് ഇനി ഇളക്കിയെടുക്കുക. ഈ പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വരും. ഒരു മണം വരുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇതിലേക്ക് മൂത്ത് ശരിയായി വന്നത്. ഇനി ഇതിലേക്ക് തക്കാളി ചേർക്കുക. തക്കാളിയും വഴറ്റി കിട്ടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് മുട്ടയും കൂടി ചേർത്ത് ഇളക്കിയെടുക്കാം. പൊടിഞ്ഞ് പോകുന്നുണ്ട്. ചെറുതായിട്ട് എല്ലാം മസാല എല്ലാം പിടിച്ചു വയ്ക്കുക. ഇത് എല്ലാം ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ചെയ്യാൻ വേണ്ടി ഈ ബ്രെഡ് വെള്ളത്തിൽ കുതിർത്തെടുക്കണം. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് തിരിച്ച് മറിച്ച് വയ്ക്കുക. കുതിർത്തെടുക്കുക. അതിനുശേഷം ഇതിലെ വെള്ളം സ്ക്വീസ് ചെയ്ത് ഞെക്കി കളയണം. ബ്രെഡ് പൊടിഞ്ഞു പോകരുത്. പൊടിയാതെ അമക്കി കയ്യിലമക്കി വെള്ളം മുഴുവൻ ഞെക്കി കളയുക. പരത്തിയെടുക്കുക. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല കുറച്ചായി ഓരോ സൈഡിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഈ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സൈഡിൽ നിന്നായി നമ്മളിങ്ങനെ റോൾ ചെയ്തെടുക്കണം. കുറച്ച് പൊടിച്ച് വെച്ചിരിക്കുന്ന ഈ ബ്രെഡിൻ്റെ അരികെ നമ്മൾ പൊടിച്ച് വെച്ചില്ല, അത് നമുക്ക് റോൾ ചെയ്യുമ്പോൾ ഇങ്ങനെ വയ്ക്കുക. ഉരുട്ടിയെടുക്കുക. അതിലേക്ക് അങ്ങനെ പൊടിഞ്ഞു പോകില്ല. സൈഡ് നമ്മൾ ഇങ്ങനെ കൈകൊണ്ട് അമക്കി അകത്തുള്ള ഈ ഫില്ലിങ് ഒന്നും പോകാതെ ഇരിക്കാൻ വേണ്ടി വയ്ക്കുക. നമുക്കിപ്പോൾ ഒന്നും പോകാതെ നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ എല്ലാം ബാക്കിയെല്ലാം ഇതുപോലെ ആക്കിയെടുക്കുക. ഇപ്പോൾ എല്ലാം ഫില്ലിങ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ വറുത്ത് കോരിയെടുക്കാം.
നല്ല ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്യുക. എണ്ണ ചൂടായി ഇതിലേക്ക് ഞാൻ ഫില്ലിംഗ് എല്ലാം വെച്ച് ഈ എഗ് റോള് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമ്മൾ ഒരുമിച്ച് വേവിക്കരുത്, തിരിച്ച് മറിച്ചിട്ട് വേവിച്ചെടുക്കണം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. എല്ലാ സൈഡും വേവിച്ചെടുക്കണം. വളരെ ചെറിയ തീയിൽ ഇത് ഉണ്ടാക്കാവുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകുന്നതായിരിക്കും. നമ്മുടെ എഗ് റോൾ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. വളരെ നല്ലതാണ്, വേഗത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ നമുക്കിനി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം.